കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയും നിലനിർത്താൻ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഘടകകക്ഷികളിലെ നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം. അപക്വമായ പ്രസ്താവനകൾ നടത്തരുത്. ഇത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണെന്നും PMA സലാം പറഞ്ഞു. കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. കോൺഗ്രസിന് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായ അഭിപ്രായമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDFനും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ഈ കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നസ്വരം കുറേ ദിവസങ്ങളായിട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ദിലീപിൻ്റെ വിഷയത്തിലടക്കം ഇത് UDFന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFൻ്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാണോ, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, ആരായിരുന്നാലും. കോൺഗ്രസ് അവലംബിക്കോ? അല്ല, മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികൾക്കും ഇത് ബാധകമാണ്. PAK പൊന്നോണം 2025 ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 30 വരെ. 1-ാം സമ്മാനം ഡയമണ്ട് റിംഗ്, 2-ാം സമ്മാനം 5 പേർക്ക് ഗോൾഡ് കോയിൻ. വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം. വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം. 916 ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി 1.99% മുതൽ. തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഈസി ഗോൾഡ് പർച്ചേസ് സ്കീം. PAK ഗോൾഡൻ ഡയമണ്ട്.